പെരുമ്പാവൂരിൽ അക്ഷരപ്പെരുമ 12 ജൂൺ 20 മുതൽ 24 വരെ നടക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. പുസ്തകമേള, പുസ്തക ചർച്ച, പുസ്തക പ്രകാശനം, ഖാദി, കൈത്തറി, വനശ്രീ മേളകൾ, ഭക്ഷ്യമേള എന്നിവയും അക്ഷരപ്പെരുമയുടെ ഭാഗമാകും. പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ ദിവസങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ PN പണിക്കരുടെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭയും മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായി ഒരുക്കുന്ന അക്ഷരപ്പെരുമ 12 ജൂൺ 20 മുതൽ 24 വരെ നടക്കും. മനോജ് മൂത്തേടൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരുമ്പാവൂർ നഗരസഭ മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അക്ഷരപ്പെരുമ 12 എന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന 2026 ജൂൺ 20 മുതൽ 24-ാം തീയതി സമാപന സമ്മേളനത്തോടുകൂടി നടത്തുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. 2013 ശ്രീ KMA സലാം ചെയർമാനായിരുന്ന സമയത്ത് ആരംഭിച്ച ഈ അക്ഷരപ്പെരുമ എന്ന പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനുൾപ്പെടെ പൊതുസമൂഹത്തിലേക്ക് വായനയിലൂടെ വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നുള്ള എക്കാലത്തും പ്രസക്തമായ ഉദ്ധരണിയിലൂടെ വായനയുടെ സർഗപ്രപഞ്ചം സൃഷ്ടിച്ച PN പണിക്കരുടെ അനുസ്മരണമായ ജൂൺ 19 സാധാരണ വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ ലൈബ്രറിയിൽ കൂടുതൽ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസമായ റഫറൻസ് ബുക്കുകൾ ഉപയോഗിക്കുന്നതിനും വായനാശീലം പുതുതലമുറയിലേക്ക് നടത്തുന്നതിനും അവർക്ക് കൂടുതൽ ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്ഷരപ്പെരുമ എന്ന പരിപാടി നമ്മൾ നടപ്പിലാക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ ഈ അക്ഷരപ്പെരുമ എന്ന പരിപാടിയിൽ പുസ്തകമേള, പുസ്തക പ്രകാശനം, കലാപരിപാടികൾ, ഗാനമേള, വനിതാവേദി, കവിയരങ്ങ്, നാടകം, ചിത്രരചനാ ക്യാമ്പ്, സംഗീത സന്ധ്യ, സംഗീത കച്ചേരി, നൃത്തസന്ധ്യ, ബാലവേദി, യുവജനവേദി, മാധ്യമ സെമിനാർ, നാവോർ നാട്ടരങ്ങ്, വയോജന സംഗമം, സാംസ്കാരിക സംഗമം, അക്ഷരശ്ലോക സദസ്സ്, അവാർഡ് വിതരണം, നാടൻ ഭക്ഷ്യമേള ഉൾപ്പെടുത്ത വിപുലമായ പരിപാടികളോടുകൂടിയാണ് നമ്മൾ ഇപ്രാവശ്യം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജൂൺ 24 നടക്കുന്ന സമാപന സമ്മേളനം ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും. ഉദ്ഘാടന ദിവസം സാംസ്കാരിക സമ്മേളനം, യൂസഫ് അലി കേച്ചേരി അനുസ്മരണം എന്നിവ നടക്കും. ജൂൺ 21 വനിതാവേദിയിൽ കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ, കവിയരങ്ങ്, ചിത്രരചനാ ക്യാമ്പ്. ജൂൺ 22 ബാലവേദിയിൽ കുട്ടികളുടെ മത്സരങ്ങൾ, സർഗസംഗമം എന്നിവ ഉണ്ടാകും. എഴുത്തും വായനയും അക്ഷരവും എങ്ങനെയാണ് ഒരു ജനതയുടെ സാംസ്കാരിക ഔന്നത്യത്തെ നിയന്ത്രിക്കുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമായിരുന്നു PN പണിക്കരുടെ ജീവിതം തന്നെ. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 തുടർന്നുള്ള ജൂൺ 20 തൊട്ട് 24 വരെ വരുന്ന 5 ദിവസങ്ങളിലായിട്ടാണ് പെരുമ്പാവൂർ നഗരസഭ മുനിസിപ്പൽ ലൈബ്രറിയുമായി ചേർന്ന് അക്ഷരപ്പെരുമ എന്ന് പറയുന്ന പരിപാടി ഇവിടെ നടത്തുന്നത്. വളരെ വിപുലമായ പരിപാടികളാണ് ഇത്തവണ നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 5 ദിവസത്തെ പരിപാടിയിൽ ആദ്യത്തെ പരിപാടി ജൂൺ 20 ആരംഭിക്കുന്നു. ഉദ്ഘാടന സമ്മേളനവും അതിനോടൊപ്പം തന്നെ യൂസഫ് അലി കീച്ചേരി അനുസ്മരണവും അന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ ദിവസം വനിതാവേദിയാണ്. പൂർണ്ണമായും സ്ത്രീകൾക്ക് വേണ്ടി വിവിധങ്ങളായ സംവാദങ്ങളും വർത്തമാനകാല രാഷ്ട്രീയ പ്രസക്തമായ വിഷയങ്ങളുമൊക്കെ അന്ന് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. കൂടാതെ കുടുംബശ്രീക്കാരുടെ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കലാപരിപാടികളും അന്ന് അരങ്ങത്തെത്തുന്നു. വനിതകളായ കവികളുടെ കവിയരങ്ങ്, ചിത്രരചന ക്യാമ്പ് തുടങ്ങിയവ അന്നേ ദിവസം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം കുട്ടികൾക്ക് വേണ്ടിയുള്ള ദിനമാണ്. ബാലവേദി എന്ന പേരിട്ടാണ് നമ്മൾ ആ ദിവസത്തെ വിളിക്കുന്നത്. കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളാണ് ബാലവേദിയുടെ അന്ന് അരങ്ങേറുന്നത്. സിപ്പി പള്ളിപ്പുറം, ബാലസാഹിത്യകാരൻ കൂടിയായ സിപ്പി പള്ളിപ്പുറമാണ് അന്നത്തെ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അന്നേ ദിവസം തന്നെ വൈകുന്നേരത്തോട് ഉൾപ്പെടെ എല്ലാ വിവിധങ്ങളായ സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധങ്ങളായ മത്സരങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിനുശേഷം നടക്കുന്നത് ജൂൺ 23 യുവജനവേദി
വേദിയാണ്. യുവജന വേദിയിൽ വർത്തമാനകാല സംവാദങ്ങൾ, രാഷ്ട്രീയ സംവാദങ്ങൾ വിനോദ് വൈശാഖി വേദിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കെടുത്തുകൊണ്ടുള്ള മാധ്യമ സെമിനാർ വളരെ ശ്രദ്ധയാകർഷിച്ച പരിപാടിയാണ്. വൈകുന്നേരങ്ങളിൽ, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ്. ഏറ്റവും അവസാനത്തെ ദിവസം വയോജന സംഗമമാണ്. വയോജന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഴയ VC കൂടിയായിട്ടുള്ള ഡോക്ടർ KG പൗലോസ് മാഷാണ്. ആ ദിവസത്തിൽ വയോജനങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ രംഗത്തെത്തിക്കുന്നുണ്ട്. അതുകൂടാതെ വൈകുന്നേരത്തോടുകൂടി സാംസ്കാരിക സമ്മേളനവും സമാപന സമ്മേളനവും നടക്കുകയാണ്. ജൂൺ 23 യുവജന വേദിയിൽ സർഗസംവാദവും മാധ്യമ സെമിനാറും നടക്കും. ജൂൺ 24 വയോജന സംഗമത്തിൽ വിവിധ കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് ശേഷം നൃത്തസന്ധ്യ, സംഗീത കച്ചേരി, നാടകം, കാഞ്ഞൂർ നാട്ടുപുലിമയുടെ നാട്ടുപാട്ടരങ്ങ്, അലോഷി പാടുന്നു എന്നിവ അരങ്ങേറും. പുസ്തകമേള, പുസ്തക ചർച്ച, പുസ്തക പ്രകാശനം, ഖാദി, കൈത്തറി, വനശ്രീ മേളകൾ, നാടൻ ഭക്ഷ്യമേള, കുടുംബശ്രീയുടെ പ്രത്യേക രുചിക്കൂട്ട് ഭക്ഷണമേള എന്നിവയും അക്ഷരപ്പെരുമയുടെ ഭാഗമാണ്. ഈ അക്ഷരപ്പെരുമ എന്ന പ്രോഗ്രാം 12ാമത്തെ പതിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ജൂൺ 20-ാം തീയതി രാവിലെ 10:30 മണിക്ക് ആദരണീയനായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, ബഹുമാനപ്പെട്ട പെരുമ്പാവൂരിൻ്റെ MLA മനോജ് മുദ്ദയുടെ അധ്യക്ഷത വഹിക്കുന്ന സദസ്സിൽ നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ 24-ാം തീയതി ഇതിൻ്റെ സമാപന സമ്മേളനം ആദരണീയനായ ചാലക്കുടിയുടെ MP ശ്രീ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ 5 ദിവസങ്ങളിലും നിരവധിയായ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സംഗീത KN, സംഘാടക സമിതി ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, ജനറൽ കൺവീനർ ഡോക്ടർ അജി C പണിക്കർ, പബ്ലിസിറ്റി കൺവീനർ KP റജിമോൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഗദ്ദാഫി, ഫുഡ് കമ്മിറ്റി ചെയർമാൻ ഷാജി കുന്നത്താൻ, കൗൺസിലർ നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.